നമസ്കാരം, ഞാൻ ഏഞ്ചൽ പി ഏലിയാസ്. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. സൗദികൾക്കും സൗദിയിലെ വിദേശികൾക്കും ഉംറ തീർത്ഥാടകരെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരുവാൻ പുതിയ പദ്ധതി ഒരുങ്ങുന്നു. ഗസ്റ്റ് ഉംറ എന്ന പേരിലാണ് പുതിയ പദ്ധതി. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് വസ്സാനാണ് പുതിയ ഗസ്റ്റ് ഉംറ പദ്ധതിയെക്കുറിച്ച് അറിയിച്ചത്. പദ്ധതി പ്രകാരം സൗദി പൗരന്മാർക്കും സൗദിയിലെ വിദേശികൾക്കും 3 മുതൽ 5 ഉംറ തീർത്ഥാടകരെ അതിഥികളായി സൗദിയിൽ കൊണ്ടുവരാനും സ്വീകരിക്കാനുമാകും. ഒരു വർഷത്തിലാണ് ഇത്രയും അതിഥികളെ സ്വീകരിക്കാനാകുക. ഒരു വർഷത്തിനിടയിൽ 3 തവണ മാത്രമേ ഇത്രയും പേരെ കൊണ്ടുവരാനാവുകയുള്ളൂ. ഒരു വർഷം കൊണ്ടുവന്നാൽ വീണ്ടും അടുത്ത വർഷം ഇതേപോലെ ഉംറ അതിഥികളെ റിക്രൂട്ട് ചെയ്യാനാകും. സൗദികൾക്ക് അവരുടെ സിജിൽ മദനി എന്ന 10 അക്ക നമ്പറുള്ള തിരിച്ചറിയൽ ID കാർഡ് ഉപയോഗിച്ചും സൗദിയിൽ ജോലിയിലുള്ള വിദേശികൾക്ക് അവരുടെ തിരിച്ചറിയൽ രേഖയായ ഇഖാമ ഉപയോഗിച്ചുമാണ് അതിഥി ഉംറ തീർത്ഥാടകരെ കൊണ്ടുവരാനാവുക. ഇങ്ങനെ ഒരു വർഷത്തിൽ 3 തവണ ഉംറ അതിഥികളെ സ്വീകരിക്കാനാകും. ഉംറ തീർത്ഥാടകർ പുണ്യനഗരിയിലെത്തി തിരികെ പോകുന്നതുവരെയുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉംറ അതിഥികളെ കൊണ്ടുവരുന്ന സ്വദേശിക്കോ വിദേശിക്കോ ആയിരിക്കും. തീർത്ഥാടകരുടെ യാത്ര, താമസം, ഭക്ഷണം, തിരികെ സ്വദേശത്തേക്ക് മടങ്ങിയെന്ന് ഉറപ്പുവരുത്തൽ എന്നിവയെല്ലാം ആതിഥേയന്റെ ഉത്തരവാദിത്തമാണെന്ന് ഡോക്ടർ അബ്ദുൽ അസീസ് വസ്സാൻ പറയുന്നു. പ്രസ്തുത പദ്ധതി നിലവിൽ വന്നാൽ സൗദിയിലുള്ള വിദേശ തൊഴിലാളികൾക്ക് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ഉംറ കർമ്മത്തിന് കൊണ്ടുവരാനാകും. ഈ പദ്ധതി അനുസരിച്ച് സ്വദേശികൾക്ക് ഉംറ ഗസ്റ്റായി ആരെയും കൊണ്ടുവരാമെങ്കിലും വിദേശികൾക്ക് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന വ്യത്യാസമുണ്ട്. ന്യൂസ് ടുഡേ, ജിദ്ദ. വിദേശി എഞ്ചിനീയർമാർ വിവിധ കാരണങ്ങളാൽ സൗദി അറേബ്യ വിടാൻ നിർബന്ധിതരാവുന്നുവെന്ന് റിപ്പോർട്ട്. ഈ വർഷാദ്യം മുതൽ 4600 വിദേശി എഞ്ചിനീയർമാരാണ് സൗദി വിട്ടത്. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം നിലവിൽ രാജ്യത്ത് 1,86,556 എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 1,49,300 പേർ വിദേശികളും 37,256 സ്വദേശികളുമാണ്. പ്രധാന ഓഫീസുകളും ശാഖാ ഓഫീസുകളുമായി 2,858 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാണ് രാജ്യത്ത് അംഗീകൃത രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കൗൺസിൽ റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ സ്വദേശി എഞ്ചിനീയർമാർക്ക് ജോലി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഈ രംഗത്തെ കമ്പനികളിലും ഓഫീസുകളിലും കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കുന്നതിനായി എഞ്ചിനീയറിംഗ് കൗൺസിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ സംബന്ധിച്ച് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവും സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ട്രെയിനിയായി സൗദി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നുവെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പഠനം പൂർത്തിയായാൽ സൗദി വിദ്യാർത്ഥികൾക്ക് ജോലി നൽകുമെന്ന നിബന്ധന ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെക്കണമെന്ന് മാത്രം. കൂടാതെ ഈ ട്രെയിനികളെ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് പദ്ധതിയിലും വരി ചേർക്കാവുന്നതാണ്. ന്യൂസ് ടുഡേ, റിയാദ്. പ്രവാസി സമൂഹത്തിൽ ആവേശത്തിരയിളക്കി ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ദമാമിൽ. സൗദി അറേബ്യൻ കൾച്ചറൽ ആർട്സ് അസോസിയേഷനും കിങ് അബ്ദുൽ അസീസ് സെന്റർ ഫോർ വേൾഡ് കൾച്ചറൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം. ബാല്യവും കൗമാരവും സിനിമാനുഭവവും തമാശയിലൂടെ പൊതുസമൂഹവുമായി പങ്കുവച്ച താരം സദസ്യരെ ഒന്നടങ്കം കയ്യിലെടുത്തു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വൈരമല്ല, സൗഹാർദ്ദമാണ് വേണ്ടതെന്നും ബോളിവുഡ് സൂപ്പർ താരം അഭിപ്രായപ്പെട്ടു. തനിക്ക് ഏറെ ആരാധകരുള്ള സൗദിയിലെത്താൻ ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തുഷ്ടനാണ്. ദമാം എയർപോർട്ടിൽ ഇറങ്ങിയതു മുതൽ 100 കണക്കിന് ആളുകളുടെ സ്വീകരണവും ആവേശവും തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതായും താരം പറഞ്ഞു. ലക്ഷക്കണക്കിന് വിദേശികൾക്ക് അന്നം നൽകുന്ന ഈ പുണ്യഭൂമിയിലെ സാമൂഹികമായ മാറ്റങ്ങൾ തന്നെ പോലുള്ളവർക്കുള്ള വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഭാവിയിൽ ഏറെ പ്രശസ്തരായ ആളുകൾക്ക് ഇവിടെ എത്തി നിങ്ങളെ കാണുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്നത് മഹത്തരമാണ്. ഇത്രയും അധികം വിശാല മനസ്കരായ ഭരണാധികാരികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും സൽമാൻ ഖാൻ പറഞ്ഞു. ഇന്ത്യൻ സിനിമയിലെ അതികായനെ കാണുവാൻ 100 കണക്കിന് ആളുകൾ ഇത്രയിലേക്ക് തള്ളിക്കയറിയപ്പോൾ സംഘാടകർ ഏറെ പണിപ്പെട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. സൽമാൻ ഖാനുമായി സംവദിക്കാൻ കഴിയാതെ 100 കണക്കിന് ഇന്ത്യക്കാരടക്കം വിദേശികളും നിരാശയിലായിരുന്നു. ന്യൂസ് ടുഡേ, ദമാം. ലോക പ്രശസ്തമായ റിയാദ് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന് ഉജ്ജ്വല സമാപനം.
കഴിഞ്ഞ 10 ദിവസങ്ങളിലായി നടന്ന പുസ്തകമേള വീക്ഷിക്കുന്നതിന് 12 ലക്ഷത്തിലേറെ പേർ നഗരിയിലെത്തിയതായാണ് ഔദ്യോഗിക റിപ്പോർട്ട്. ബുക്ക് ഫെയർ വിജയകരമായി സമാപിച്ചതിന് തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും മുഖ്യ സംഘാടകൻ അബ്ദുള്ള അൽകിനാനി നന്ദി പറഞ്ഞു. സൗദി സാംസ്കാരിക മന്ത്രി ബദർ ബിൻ അബ്ദുള്ള അൽ ഫർഹാൻ രാജകുമാരൻ, മീഡിയ മന്ത്രി തുർക്കി ബിൻ അബ്ദുള്ള അൽ ഷബാന എന്നിവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ മന്ത്രാലയത്തിലെ 550 ഉദ്യോഗസ്ഥരും 300 വളണ്ടിയർമാരും നടത്തിയ കഠിന പരിശ്രമവും പുസ്തകമേള വിജയകരമായി പരിവസിച്ചതിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. റിയാദ് എക്സിബിഷൻസ് ആൻഡ് കോൺഫറൻസ് സെന്ററിൽ നടന്ന ബുക്ക് ഫെയറിൽ സൗദിക്കകത്തു നിന്നും 30ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 913 പ്രസാധകരും സ്ഥാപനങ്ങളും സംബന്ധിച്ചു. 5 ലക്ഷത്തോളം ശീർഷകങ്ങളിലുള്ള പുസ്തകങ്ങൾ മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതായും അൽകിനാനി പറഞ്ഞു. സൗദിയിൽ എവിടെ നിന്നുമുള്ള പുസ്തക പ്രേമികൾക്ക് റിയാദ് ബുക്ക് ഫെയറിൽ പ്രദർശിപ്പിച്ച പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ സ്റ്റോർ തന്നെ സംഘാടകർ ഒരുക്കിയിരുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. നിർണായക പൊതുതിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയ കോൺഗ്രസ് എതിരാളികളെ ഞെട്ടിക്കുന്ന വാഗ്ദാനവുമായി രംഗത്ത്. അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ 20% ദരിദ്ര കുടുംബങ്ങൾക്ക് വർഷം 72,000 രൂപയുടെ ധനസഹായം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ഘട്ടം ഘട്ടമായി ഈ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ തുക ബാങ്ക് മുഖേന വിതരണം ചെയ്യും. കോൺഗ്രസ് എല്ലാ കണക്കുകൂട്ടലുകളും നടത്തിയും വിശദമായി പഠിച്ചുമാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നതെന്നും ഇത് നടപ്പിലാക്കാൻ കഴിയുന്നതാണെന്നും രാഹുൽ പറഞ്ഞു. സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി ഈ പദ്ധതി സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇതിനുള്ള ചെലവുകൾ ഇന്ത്യക്ക് താങ്ങാനാകുന്നതാണെന്നും രാഹുൽ വ്യക്തമാക്കി. വർഷം 72,000 രൂപയുടെ വരുമാനം ലഭിക്കാത്ത ദരിദ്ര കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഈ തുകയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ള ദരിദ്ര കുടുംബങ്ങൾക്ക് ബാക്കി വരുന്ന തുക കോൺഗ്രസ് സർക്കാർ നൽകുന്നതാണ് പദ്ധതി. അനിൽ അംബാനിയെ പോലുള്ള സമ്പന്നർക്ക് കോടികൾ എടുത്തുകൊടുക്കാൻ സർക്കാരിന് കഴിയുമെങ്കിൽ കോൺഗ്രസിന് ദരിദ്രർക്ക് പണം നൽകാൻ കഴിയുമെന്നും രാഹുൽ പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി UPA സർക്കാരിന്റെ വലിയ ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയായിരുന്നു. ഇത് വിജയം കണ്ടു. ഇതിന്റെ തുടർച്ചയായിരിക്കും മിനിമം വരുമാനം ഉറപ്പുവരുത്തുന്ന പുതിയ പദ്ധതിയെന്നും രാഹുൽ വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെയും UAE-യിൽ വിശേഷിച്ചും കാലാവസ്ഥ അനിശ്ചിതമായി തുടരുന്നു. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും ഇടിമിന്നലിലും നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. സൗദി, ഒമാൻ, ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലും കാലാവസ്ഥയിൽ വ്യതിയാനം അനുഭവപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ ചൊവ്വ മുതൽ ബുധൻ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. റഷ്യയുടെ പടിഞ്ഞാറ് തെക്കേ മേഖലകളിൽ ഉണ്ടായ അന്തരീക്ഷ പ്രതിഭാസത്തിന്റെ തുടർച്ചയായി സിറിയ, ലബനാൻ മേഖലകളിലെ പർവ്വത മഞ്ഞുവീഴ്ചയാണ് മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ശക്തമായ കാറ്റും ഇടിമിന്നലും ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. UAE-യിൽ അബുദാബി ഉൾപ്പെടെ ഇടിയോടുകൂടിയ മഴ പെയ്തു. ഒമാനിലെ സഹം, മുസന്തം ഗവർണറേറ്റിലും മഴയുണ്ടായി. ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും മറ്റു രാജ്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. സൗദിയുടെ മധ്യഭാഗം വരെയാണ് മഴ സാധ്യത. ജിദ്ദ, മക്ക, മദീന, ത്വായിഫ് മേഘാവൃതമോ ചാറ്റൽ മഴയോ മാത്രമുണ്ടാകും. ബുധൻ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് ടുഡേ. തന്റേതല്ലാത്ത കാരണം കൊണ്ട് റിയാദിൽ കേസിലകപ്പെട്ട് ജീവിതം തള്ളി നീക്കുകയാണ് തമിഴ്നാട് സ്വദേശി മുഹമ്മദ് മീരാൻ. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ഇക്കാമ കോപ്പിയും ബ്ലാങ്ക് പേപ്പറും ഒപ്പിട്ട് വാങ്ങിയും അതുപയോഗിച്ച് പണമിടപാടുകൾ നടത്തുകയുമായിരുന്നു. കേസിലകപ്പെട്ട മുഹമ്മദ് മീരാനെ എംബസിയുടെ സഹായത്തോടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ. 4 വർഷമായി മുഹമ്മദ് മീരാൻ റിയാദിലെ നസീമിലാണ്. കേസിൽ അകപ്പെട്ടതിനെ തുടർന്ന് ഉള്ള ജോലിയും നഷ്ടമായി. ഒഴിഞ്ഞ കോണിലെ ഒരു സോഫയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മുഹമ്മദിന്റെ ജീവിതം പടുത്തുയർത്താൻ റിയാദിലെത്തിയ മുഹമ്മദിനെ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ വഞ്ചിക്കുകയായിരുന്നു. ഇക്കാമ കോപ്പിയും ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയും അതുപയോഗിച്ച് പണമിടപാടുകൾ നടത്തിയ സ്ഥാപന ഉടമ പിന്നീട് മുഹമ്മദിനെ തഴഞ്ഞു. കേസിൽ അകപ്പെട്ട് 4 വർഷം പിന്നിടുമ്പോഴും സഹായത്തിനായി ആരും എത്തിയില്ല. പരിതാപകരമായ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട മലയാളി ഹോട്ടലിൽ നിന്നാണ് മുഹമ്മദിന് ഇപ്പോൾ ഭക്ഷണം ലഭിക്കുന്നത്.
കഷ്ടതയിൽ നിന്ന് കരകയറ്റാൻ പ്രവാസി ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയുടെ സഹായവും ഇപ്പോൾ മുഹമ്മദ് മീരാനുണ്ട്. ചെയർമാൻ അസ്ലം പാലത്ത്, പ്രസിഡന്റ് രാജേഷ് പരയാങ്കുളം, ജീവകാരുണ്യ കൺവീനർ ഷെരീഖ് തൈക്കണ്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എംബസിയുടെ സഹായത്തോടെ ഇതിനുള്ള പരിശ്രമം തുടരുകയാണ്. ന്യൂസ് ടുഡേ, റിയാദ്. ഒട്ടനവധി കലാവിരുന്നുകൾ സമ്മാനിച്ച കൊച്ചി കൂട്ടായ്മ റിയാദ് 16ാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് കൊച്ചിൻ ഫെസ്റ്റ് 2019 സംഘടിപ്പിക്കുന്നു. മാർച്ച് 29 വെള്ളിയാഴ്ച 3 മണി മുതൽ അൽ മദീന സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് മ്യൂസിക്കൽ ആൻഡ് കൾച്ചറൽ ഇവന്റ് നടത്തുക. കൊച്ചിൻ ഫെസ്റ്റ് 2019 എന്ന പേരിലാണ് മ്യൂസിക്കൽ ആൻഡ് കൾച്ചറൽ ഇവന്റ് സംഘടിപ്പിക്കുന്നത്. എക്സിറ്റ് 21 അൽമദീന സൂപ്പർ മാർക്കറ്റിൽ 3 മണി മുതലാണ് പരിപാടി. ഒട്ടനവധി കലാവിരുന്നുകൾ കലാപ്രേമികൾക്കായി ഒരുക്കിയ കൊച്ചി കൂട്ടായ്മ റിയാദിന്റെ 16ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റ്. റിയാദിലെ പ്രമുഖരായ കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും നൃത്തങ്ങളും ഒപ്പനയും അരങ്ങേറും. ഗോൾഡ് കോയിൻ അടക്കം ഒട്ടനവധി സമ്മാനങ്ങളുമായി നടത്തുന്ന മെഹന്തി കോൺടെസ്റ്റും കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരങ്ങളും മറ്റുമായി അണിയിച്ചൊരുക്കുന്ന ഫെസ്റ്റ് പ്രവാസികൾക്ക് നവ്യാനുഭൂതിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിഹാദ് കൊച്ചി, ജലീൽ കൊച്ചി, ഇവന്റ് കൺട്രോളർമാരായ ജിബിൻ സമദ്, സുൽഫീഖർ, അസീസ് ഹനീഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി. ന്യൂസ് ടുഡേ, റിയാദ്. റീറ്റെയിൽ രംഗത്തെ ഗൾഫിലെ പ്രമുഖരായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ ഫ്രണ്ട്സ് ക്രിയേഷനും KSA അങ്കണയും സംയുക്തമായി സംഘടിപ്പിച്ച ഷെയർ ആൻഡ് കെയർ സംഗീത സാംസ്കാരിക ജീവകാരുണ്യ പരിപാടി ശ്രദ്ധേയമായി. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അസീസിയ ട്രെയിൻ മാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ KSA അങ്കണ പ്രസിഡന്റ് ഷക്കീല വഹാബ് അധ്യക്ഷത വഹിച്ചു. റിയാദിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ശേഖരിച്ചുപയോഗിച്ച ടെക്സ്റ്റ് ബുക്കുകൾ ആവശ്യക്കാർക്കായി വിതരണം ചെയ്തു. 5 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഇതോടൊപ്പം റിയാദിലെ യൂത്ത് സോക്കർ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ച സോക്കർ ഫിയസ്റ്റ 2019 ടൂർണമെന്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഫ്രണ്ടി മൊബൈലി കൺട്രി ഹെഡ് സുഹേൽ സിദ്ദിഖി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് കൊട്ടുകാട്, ഇബ്രാഹിം സുബ്ഹാൻ, സലീം കുളങ്ങര, അബ്ദുള്ള വല്ലാഞ്ചിറ, മസൂദ് സക്സസ് ഇന്റർനാഷണൽ സ്കൂൾ, അലവിക്കുട്ടി ഒളവട്ടൂർ, മൈമൂന അബ്ബാസ്, മജീദ് ചിങ്ങോലി, പത്മിനി യു നായർ, അശ്വതി ടീച്ചർ, നൌഷാദ് കോർമത്ത് NRK ഫോറം, ഷംനാദ് കരുനാഗപ്പള്ളി, ജയൻ കൊടുങ്ങല്ലൂർ, നെസ്റ്റോ പ്രതിനിധികളായ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ KI നാസർ, മാർക്കറ്റിംഗ് മാനേജർ ഇമ്രാൻ സേഠ്, റീജിയണൽ മാനേജർ നിലാസ്, ആസിസിയ സ്റ്റോർ മാനേജർ ഷെരീം, ബാബു റസാഖ് പൂക്കോട്ടുംപാടം, TKC അഹമ്മദ്, സെയ്ദ് മീജന്ത, ഫിറോഷ്, ഷിഫ മലയാളി സമാജം തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. നിർധനരായ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിനായി രൂപീകരിച്ച എഡ്യൂപ്രോ സപ്പോർട്ട് ഫോർ സ്റ്റുഡൻസ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. അതിജീവനത്തിനായി ഒരു കൈത്താങ്ങ് എന്ന പേരിൽ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ വിജയികൾക്ക് എയർ ഇന്ത്യ വിമാന ടിക്കറ്റുകൾ സമ്മാനിച്ചു. എയർ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ ഹാക്കൺ ടിക്കറ്റുകൾ വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ സമ്മാനിച്ച വ്യക്തികൾക്കുള്ള നെസ്റ്റോയുടെ ഉപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. തങ്കച്ചൻ വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന മാർക്കറ്റിംഗ് ലൈവ്, ഷെയ്ഖ് കൊമറിന്റെ നേതൃത്വത്തിൽ നടന്ന ടാലന്റ് ഷോ എന്നിവ ശ്രദ്ധേയമായി. സലീം ചാലിയം അവതാരകനായിരുന്നു. സജന സലീം, ലാജ അഹദ്, ഷിംന, ഗമറുന്നീസ, ഫൗസിയ, റജീന ടീച്ചർ, ഫിന ബദർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നവാസ് വെള്ളിമാടുകുന്ന് സ്വാഗതവും ഉബൈദ് എടവണ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. ശരീര സൗന്ദര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് മലയാളികൾ. ഇതിനായി എത്ര പണം ചെലവഴിക്കാനും മടിയില്ല. ഇത്തരത്തിൽ ശരീര സൗന്ദര്യത്തിന് ആയാസകരമല്ലാത്ത വ്യായാമ മുറകളും ഭക്ഷണക്രമവും വിശദീകരിക്കുകയാണ് ഫിറ്റ്നസ് രംഗത്തെ പ്രമുഖനായ ഷംസുദ്ദീൻ പറമ്പൻ. മുഖാമുഖം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥി ഷംസുദ്ദീൻ പറമ്പനും കുടുംബവുമാണ്. നമ്മുടെ സുഹൃത്ത് ഷംസുദ്ദീനെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തി? അതുപോലെ തന്നെ ചെമ്മാട് കൂട്ടായ്മയിൽ നിങ്ങൾ അദ്ദേഹം സോൾവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മറ്റു സംഘടനകൾ, കാരണം ഇത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ആ ഒരു പ്രാദേശിക കൂട്ടായ്മയിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ല.
ഓക്കെ, സാമൂഹ്യ രംഗത്തേക്ക് ഒന്നുകൂടെ സജീവമായിട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ചെമ്മാട് കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷമാണ് ഞാൻ, അപ്പോൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചെമ്മാട് കൂട്ടായ്മ എല്ലാ നാട്ടുകാരെയും സംഘടിപ്പിച്ച് വന്നിട്ട് ഇപ്പോൾ 5-8 മാസമായിട്ടുള്ളൂ. അതിന്റെ അടിയിലാണ് ഇദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ നാട്ടുകാരനാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വാർഷികം ഒരു 2-3 മാസം കഴിഞ്ഞ് വരാതിരിക്കുകയാണ്. അദ്ദേഹത്തെ തേടി വലിയൊരു അംഗീകാരം ഞങ്ങൾ കരുതിയിരിക്കുകയാണ്. അപ്പൊ ഒരു വാർഷികം ആകുന്നുള്ളൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെന്ന നിലക്ക് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരമുള്ള ഒരാള് ഞങ്ങളുടെ കൂട്ടായ്മക്കകത്തുണ്ട് എന്നുള്ളതിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മുടെ സമൂഹത്തിന് ഇപ്പൊ നിങ്ങൾക്ക് നൽകേണ്ട ഒരു ഉപദേശമാണ്, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കണം, അതുപോലെ തന്നെ ലിക്കർ ഒഴിവാക്കണം, ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്? ഇപ്പോൾ ആരോഗ്യ രംഗത്ത് രാത്രി കിടന്നുറങ്ങുന്ന ആളുകൾ കാലത്ത് എഴുന്നേൽക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ 30 വയസ്സുകാർ 25 വയസ്സുകാരൊക്കെ കുട്ടികൾ പോലും മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അവർക്ക് നല്ല പ്രായത്തിൽ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് അത്ര ബോധവാന്മാരില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി താങ്കൾക്ക് ആ രംഗത്ത് വളരെയധികം പരിചയമുള്ള വ്യക്തി എന്ന വിധത്തിൽ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എന്താണ് അവർക്കുള്ളൊരു സന്ദേശം? എന്തെങ്കിലും ഒരു അധ്വാനത്തിൽ, കായികാധ്വാനത്തിൽ ഏർപ്പെടും. വെയിറ്റ് ട്രെയിനിങ് തന്നെ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഫിറ്റ്നസ്, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പിന്നെ മദ്യപാനം, പുകവലി ഒഴിവാക്കുക, ഒരു പ്രോപ്പർ ഡയറ്റ്, കൊളസ്ട്രോൾ കുറഞ്ഞ, കൊഴുപ്പ് കുറഞ്ഞ പദാർത്ഥങ്ങൾ കഴിക്കുക, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക, കഴിയുമ്പോൾ ഒഴിവാക്കുക. ആക്ച്വലി ഒന്നാവാം, നമ്മൾ നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുക. നല്ല വർക്കൗട്ട് മീൻസ് എയറോബിക്സ്, കാർഡിയോ, നടത്തം, കഴിയുമ്പോൾ കാർ ഒഴിവാക്കിയിട്ട് നമ്മൾ മാക്സിമം നടക്കുക. നമ്മൾ രാത്രി പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക, നല്ല മാക്സിമം വെള്ളം കുടിക്കുക, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? എന്താണ്? ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. 3-2 ഭക്ഷണം പൂർണ്ണമായിട്ട് കഴിക്കാതിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഒന്ന് പറഞ്ഞത് അതന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതന്നെ നമ്മൾ ഫോളോ. മാക്സിമം വെജിറ്റബിൾ സലാഡ് യൂസ് ചെയ്യുക, മാക്സിമം അതിൽ മാക്സിമം വെള്ളം കുടിക്കുക, നമ്മൾ രാവിലെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മൾ പ്രോപ്പർ ഡയറ്റ്. പ്രത്യേകിച്ച് ഇവിടെ ഗൾഫിൽ ആരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ രീതി കാര്യമില്ല. ബിസിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയാണ് കൂടുതൽ ഇവിടെ ഭക്ഷണം കഴിക്കുക. പക്ഷെ രാത്രി നമുക്ക് ഭക്ഷണം വേണ്ട. ഇപ്പൊ നമ്മളൊരു വണ്ടി നിർത്തിയിടാൻ പോകും, കാരണം അതിൽ എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല, വണ്ടി നിർത്തിയിടാൻ പോകും, നമ്മൾ നേരെ കിടന്നുറങ്ങുന്നത്. ഇതാണ് പ്രത്യേകിച്ച് ഇപ്പൊ അറ്റാക്കിനൊക്കെ കാരണം. മാക്സിമം വെള്ളം കുടിക്കുക, രാത്രി സലാഡ് എന്തെങ്കിലും കഴിക്കും, കൊഴുപ്പ് പറഞ്ഞ ഭക്ഷണം ഒഴിവാക്കുക, കഴിക്കുക. ഇപ്പൊ പുതിയൊരു ഡയറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്, LCHF. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കണോ? പ്രായോഗികമാണോ? പ്രായോഗികമാണെന്ന് വെച്ചാല് പക്ഷേ നമ്മൾ ഹെൽത്തി അല്ല. എഫക്റ്റ് ഉണ്ട്, നമ്മൾ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ട്, പക്ഷെ ഹെൽത്തി അല്ല. നമ്മൾ ചെയ്യാനുള്ള നമുക്ക് പവറും ഊർജവും ശരീരത്തിനില്ല, ശരീരം ശോഷിച്ചു പോകും. വൈഫിന്റെ പേരെന്താ? നൂർജാൻ ഷംസുദ്ദീൻ. ഓക്കെ, വൈഫിന്റെ സപ്പോർട്ട് എത്രത്തോളം ഈ ഒരു മേഖലയിൽ? അവരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു? ഫിസിക്കൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും 100%. കാരണം സ്പോർട്സ് ഫീൽഡ് ആയതുകൊണ്ട് 100%. ആരും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളൊന്നും ആവില്ല. നമുക്കുള്ള ഭക്ഷണം പ്രിപ്പയർ, കാരണം നമ്മൾ മസാലകളൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം, കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം, ഒരു ഡയറ്റ് പ്ലാൻ കളിക്കുമ്പോൾ സലാഡ്സ്, നമ്മൾ അതിനുള്ള നമ്മൾ ടയർഡാണ്, നമുക്ക് അതിനുള്ള ടൈമില്ല, ബിസി, ഞങ്ങൾ ഡ്യൂട്ടി അത് ചെയ്ത്. അപ്പോൾ അവരെ സപ്പോർട്ട് 100% പോവാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സെന്റർ ഒക്കെ തുടങ്ങാനുള്ള പരിപാടിക്ക് ഉണ്ടോ? ഉണ്ട്, ഉദ്ദേശമുണ്ട്. രണ്ടുപേരും അപ്പൊ ഒരു ക്ലാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുത്തുകൂടെ? അതായത് ഒരു സമൂഹത്തെ മുമ്പിൽ കിട്ടുമ്പോൾ ഫിറ്റ്നസിനെ കുറിച്ചിട്ട്, ആരോഗ്യത്തെ കുറിച്ചിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വെറും ജിമ്മല്ല, ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് വരുമല്ലോ, ഇപ്പൊ ഒബസിറ്റി ആയിട്ടും അല്ലാണ്ടൊക്കെ. അപ്പൊ അവരെ അതിലൂടെ ലിങ്ക് ചെയ്തിട്ട് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ജിമ്മിലേക്ക് വരുത്താണ്. വെറും ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കുക, ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ മരിക്കുന്നവരെയും കൊണ്ടുപോകുന്ന നമ്മുടെ ശരീരമല്ലേ, അപ്പൊ ആ ശരീരം എത്ര ഹെൽത്തിൽ തന്നെ വെക്കാൻ പറ്റും അത്ര വെക്കാൻ പറ്റും. അങ്ങനെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക, കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ കൊടുത്ത് ഫോക്കസ്ഡ് ആക്കി അങ്ങനെ കൊണ്ടുവരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ട്രെയിനർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മുടെ ഇന്ത്യയും, ഞാനിപ്പോ സൗദി അറേബ്യയിലുള്ളത്, ഇപ്പൊ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോ ശരിക്കും നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് സ്ത്രീകളൊക്കെ ഒതുങ്ങി വീടിനുള്ളിൽ തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തടിച്ച് തീർത്ത് അങ്ങനെയൊക്കെയാണ് ജീവിക്കാറ്. പക്ഷെ അതേസമയം ഈ സൗദി അറേബ്യ പറഞ്ഞാൽ നമുക്ക് തോന്നും സ്ത്രീകൾ പുറത്തേക്ക് അങ്ങനെ നമ്മുടെ കൂട്ട് അങ്ങനെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോയി ഇറങ്ങി കളിക്കുക അങ്ങനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി വീടിനുള്ളിൽ അവർക്ക് സ്പേസ് അവർ സെറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ജിമ്മ്, എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ബോട്ടിലെങ്കിലും വെച്ചിട്ട് അവർ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ പറയുമ്പോൾ പുറത്തിറങ്ങി ഫുൾ പറതിക്കാത്ത അവരുടെ ജീവിതം, പക്ഷെ അവർ പുറത്തേക്ക് കൂടി വേറെ ഡ്രസ് ഇട്ട് എക്സ്പോസ് ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി നല്ല ഹെൽത്തി ആയിട്ടാണ് അവർ എപ്പോഴും നിൽക്കുക. നല്ല ഫുഡ് കഴിച്ച് നല്ല ഫുഡ് കഴിച്ച് എപ്പോഴും വർക്കൗട്ട് ചെയ്യും. കാരണം ഞാൻ അവിടെ ട്രെയിൻ ചെയ്യുന്നതാണ് അവരെ.
അതേസമയം നാട്ടിൽ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ പുറത്തിറങ്ങി നടക്കാം, ഇഷ്ടംപോലെ ഗ്രൗണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, ജിംസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീയും പുറത്തിറങ്ങി അതിലേക്ക് പോയി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ശരി, ഒരു ഫാമിലി ലൈഫാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം. നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നമുക്ക് ചുറ്റുമായിട്ടുള്ള എല്ലാവരെയും ശരിയായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തിയായ രീതിയിൽ നല്ല ഫുഡ് കഴിക്കുക, കൊഴുപ്പ് കുറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് ഡെയിലി ഒരു 30 minutes എങ്കിലും എന്ത് ചെയ്യുക, വാമപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ലൈഫ് സ്പാൻ തന്നെ കൂടും. ഇപ്പം നമുക്കൊരു 50 വയസ്സാണ് നമുക്കുള്ള ഒരു ആയുസെങ്കിൽ പോലും നമ്മൾ ഡെയിലി എക്സസൈസിലാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 50-55 വരെ പോവാം. കാരണം നമ്മുടെ ശരിക്കും ഒരു ഓയിലാണ്, നമ്മൾ ഈ വണ്ടിക്ക് ഓയിൽ ഇടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഓയിലാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് കൊഴുപ്പില്ലാത്ത ശരീരം, അതായത് വൃത്തികെട്ട കൊളസ്ട്രോൾ ഉണ്ടല്ലോ അതില്ലാത്ത നല്ലൊരു ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒരു അരമണിക്കൂർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു എക്സസൈസ് വീട്ടിൽ ജസ്റ്റ് നടക്കുക, ഡാൻസിങ് ചെയ്യുക, ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന തലമുറ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ശരിക്കും നമ്മൾ ഫാസ്റ്റ് ഫുഡ്, പിന്നെ വർക്ക് ചെയ്യുന്ന സമയമില്ല, ഒരുപാട് സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ട് കുറച്ച് ചിന്തിച്ചില്ല വെച്ചാൽ നമ്മൾക്ക് 50 വയസ്സെന്ന് പറയുന്നത് 30 വയസ്സിലോ 40 വയസ്സിലൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ ഡെയിലി 30 മിനിറ്റ് 24 മണിക്കൂർ ആൾക്ക് ഡെയിലി ഉണ്ട്, അതിലൊരു അരമണിക്കൂർ എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. Johnny, Johnny as Papa, it is sugar, no Papa, 10 lives, no Papa. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ മലയാളി സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഇവർക്ക് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ റിയാദിലെ പ്രവാസി സമൂഹത്തിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാരോടൊപ്പം നിങ്ങൾ ഉണ്ടായിരിക്കണം. താങ്ക് യു.